നിങ്ങൾ എന്നോട് ചെയ്ത ഒരു സഹകരണം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണം. സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് മുമ്പ് 1 മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം ഓഫീസിലെ ഹയർ ഓഫീസർ തൊട്ട് എല്ലാവരും ഒരുമിച്ച്, മിനിസ്ട്രിയിലെ സ്റ്റാഫ് എല്ലാവരും ഒരുമിച്ച് ഓഫീസിനെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം. ഓഫീസിനെ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാം ഫയലുകളും എടുത്ത് അടുക്കി വെച്ച് ഫാനിൽ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്തു. അതാണ് സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം വിജയിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഓഫീസുകൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ വളരെ വൃത്തിയും വെടിപ്പും അച്ചടക്കമുള്ള നല്ല ഓഫീസായി. മേശയും കസേരയൊക്കെ ഒരു ഓർഡറിൽ ഇടുക. ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ പോയി മേശ ഒരിടത്ത് കിടക്കുന്നു, കസേര വേറൊരിടത്ത് കിടക്കുന്നത് കഷ്ടമാണത്. നമ്മളിരിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ വൃത്തിയുണ്ടെങ്കിൽ ഞാനൊരു വൃത്തിയുള്ളവനാണെന്ന് ആളുകൾ പറയും. അവിടെ വലിച്ചുവാരി ഇട്ടാൽ ഞാൻ അങ്ങനെയല്ല എന്ന് ആളുകൾ പറയും. അപ്പോൾ അതുകൊണ്ട് ഒരാളെ വിലയിരുത്തുന്നത് അയാൾ ഉപയോഗിക്കുന്ന മുറി, അയാൾ ഉപയോഗിക്കുന്ന മേശ, അയാളുടെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളൊക്കെയാണ് ഒരാളെ വിലയിരുത്തുന്നത്. സ്ഥിരമായി മുറുക്കി തുപ്പി ഒരാൾ തറയിൽ വെച്ചാൽ അയാളെ എങ്ങനെ വിലയിരുത്തും നമ്മൾ? അപ്പോൾ നമ്മുടെ ഓഫീസ് നല്ല വൃത്തിയായിരിക്കണം. ചപ്പും ചവറൊന്നും വാരിയിടരുത്. അവിടെ വേസ്റ്റ് ബോക്സൊക്കെ വയ്ക്കണം. അതൊക്കെ നിങ്ങൾ കഴിയും. അതുപോലെ ഈ സാറ്റർഡേ പ്രോഗ്രാം നടത്തണം. മാത്രമല്ല, നിങ്ങൾ ഈ സ്റ്റാഫിൻ്റെ കുറവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം ഞാൻ CMD യോട് പറഞ്ഞ് അദ്ദേഹം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ